നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം മുഴുവൻ കാത്തിരുന്ന 2 വയസ്സുകാരിയെ കൊച്ചുവേളി റെയിൽവേ ട്രാക്കിനടുത്ത് 6 അടിയിലധികം താഴ്ചയുള്ള ഓടയിൽ നിന്നാണ് 19 മണിക്കൂറിന് ശേഷം തിരിച്ചു കിട്ടിയത്. കുട്ടിയെ തിരിച്ചു കിട്ടിയ ആശ്വാസ വാർത്ത പുറത്തു വന്നെങ്കിലും തിരോധാനത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ്. കുട്ടി കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ മാത്രം മാറിയാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. രാവിലെ മുതൽ പോലീസും നാട്ടുകാരും അരിച്ചുപറക്കി പരിശോധിച്ച സ്ഥലത്താണ് കുട്ടിയെ കണ്ടെത്തിയെന്നതും ദുരൂഹതകളെ ആഴം കൂട്ടുന്നു. പകൽ മുഴുവൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് തുമ്പൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. കുഞ്ഞിനെ കാണാതായെന്ന് സംശയിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുകൂടി കടന്നുപോയ മൊബൈൽ ഫോണുകളുടെ 3000 സിം കാർഡുകളാണ് ലൊക്കേറ്റ് ചെയ്തത്. അത് ഓരോന്നും പരിശോധിക്കുന്ന നടപടികൾ ഉച്ചയോടെ തുടങ്ങിയെങ്കിലും അതിൽ നിന്ന് ഒന്നും ലഭിച്ചിരുന്നില്ല. 2 ദിവസമെടുക്കും ഇത് പൂർത്തിയാകാൻ തന്നെ. ഉച്ച കഴിഞ്ഞ് ഡ്രോൺ ഉപയോഗിച്ച് ഈ പ്രദേശത്തെ പൊന്തക്കാടുകളും കുഴികളുമൊക്കെ കണ്ടെത്തുന്ന നടപടി തുടങ്ങി. രാവിലെ മുതൽ പരിശോധിച്ച സംഘത്തെ മാറ്റി തിരച്ചിലിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. അവരോട് ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പോലീസ് ആദ്യം മുതൽ 3 സംശയങ്ങളിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. ആദ്യം കുട്ടിയുടെ പിതാവിന്റെ മൊഴികളിൽ ചില സംശയങ്ങൾ തോന്നി. ദ്വിഭാഷയെ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലിലും സംശയം വന്നപ്പോൾ പിതാവിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചു. ഇതിനിടെ പിതാവിന്റെ ബന്ധുക്കൾ ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിലെത്തി. അവരോടുകൂടി സംസാരിച്ചപ്പോൾ പിതാവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നിർത്തി. പിന്നീട് CCTVയിൽ രാത്രി 12-ന് കണ്ടെന്ന് പറഞ്ഞ ഈഞ്ചക്കൽ ഭാഗത്ത് അന്വേഷണം. ഒപ്പം ഭിക്ഷാടനത്തിനായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളിൽപ്പെട്ട പോലീസിന്റെ പട്ടികയിലുള്ളവരെ പരിശോധിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചു. കുട്ടി നടന്നുപോകാൻ സാധ്യതയുണ്ടോ എന്നതും തള്ളിക്കളയാനാകില്ല എന്നതിനാലാണ് ഡ്രോൺ പരിശോധന നടത്തിയത്. കുട്ടി ഉപദ്രവം നേരിട്ടോ പരിക്കുണ്ടോ എന്ന മെഡിക്കൽ പരിശോധനാ ഫലം നോക്കിയിട്ടായിരിക്കും പോലീസിന്റെ മറ്റന്വേഷണങ്ങൾ. നടന്നുപോയി വീണതാണെങ്കിൽ അക്കാര്യം തിരിച്ചറിയാനാകും. അത്രയും ദൂരം കുഞ്ഞ് നടന്നു പോകുമോ എന്ന സംശയം നിലനിൽക്കുന്നു. തിരച്ചിൽ ശക്തമായപ്പോൾ ഇരുട്ടിന്റെ മറവിൽ പ്രതികൾ ഉപേക്ഷിച്ചു പോയതാകാമെന്ന സംശയമാണ് പോലീസിനുള്ളത്. അത് കണ്ടെത്താൻ കുട്ടി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് CCTV ഒന്നുമില്ല. ഇവിടേക്കുള്ള വഴികളും അവിടേക്കുള്ള CCTV ദൃശ്യങ്ങളും മറ്റും സാധ്യതകളിലേക്കും പോലീസ് തിരികെ പോകേണ്ടി വരും. ആദ്യം കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കുട്ടി ബോധമില്ലാത്ത അവസ്ഥയിലാണ് തോന്നിയതെന്നായിരുന്നു. മുഖത്തേക്ക് ടോർച്ച് തെളിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എടുക്കാനായി ചാടി ഇറങ്ങിയപ്പോൾ കുട്ടി ഞെട്ടിയുണർന്നു. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. കുട്ടിയെ കൊണ്ട് കിടത്തിയതാണെന്ന് വ്യക്തമായ സൂചനകൾ പോലീസിനുണ്ട്. രാത്രി നടന്നുപോയി കുട്ടി കുഴിയിൽ വീണു എന്ന സംശയം ആദ്യമൊക്കെ പറഞ്ഞുവെങ്കിലും സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് തന്നെ അത് തള്ളിക്കളഞ്ഞു. പകൽ മുഴുവൻ കൊടുംചൂടിയ കുട്ടിക്ക് ഈ ഓടയിൽ കിടക്കാനാവില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും കൊണ്ട് കിടത്തിയതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നത്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ കടന്നുപോകുന്ന ദൃശ്യം പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും കേസുമായി ബന്ധമില്ലെന്ന് ഉദ്യോഗസ്ഥർ പിന്നീട് വ്യക്തമാക്കി. അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ CCTV ക്യാമറയിലാണ് സ്ത്രീ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. സംശയാസ്പദമായ നിലയിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് ഇത് വിശദമായി പരിശോധിച്ചത്. നാടോടി സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണെന്നും സൂചന ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.